ഈ 3 മെത്തേഡ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ ഡ്രീം കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ അത് റിയാലിറ്റി ആയിട്ട് മാറും. ഹായ്, എൻ്റെ പേര് സിയാന. ഞാനൊരു ലൈഫ് കോച്ച് ആൻഡ് ജേർണൽ ആർട്ട് തെറാപ്പി കോച്ചാണ്. 25ന്റെ കാര്യത്തില് ഒരു തീരുമാനമാണ്. 26 മര്യാദയ്ക്ക് പിടിക്കണമെങ്കിൽ ഇവിടെ കമാണ്. നമ്മൾ എല്ലാ വർഷവും കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടാണല്ലേ ചവിട്ടുപടി എടുത്തു വെക്കുന്നത്. പക്ഷെ അതെല്ലാം ഒന്നും പ്രവർത്തിക്കാക്കാനായിട്ട് പറ്റാറില്ല. ചിലതെല്ലാം സ്വപ്നങ്ങളായിട്ട് മാത്രം നിൽക്കുകയാണ്. ആക്ച്വലി ഈ ഡ്രീം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. ഇതിനു മുമ്പേ നടന്ന എക്സ്പീരിയൻസും നമ്മുടെ സറൗണ്ടിങ്സും അല്ലെങ്കിൽ നമ്മൾ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ലൈഫും ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല നല്ല സ്റ്റോറീസ് അല്ലേ. ആ ഒരു സ്റ്റോറീസിനെ നമ്മുടെ ലൈഫിൽ അതങ്ങനെ റിയാലിറ്റി ആക്കി മാറ്റണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഈ ഡ്രീം എല്ലാം വരുന്നത് നമ്മുടെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. അത് ഈ ബ്രെയിനിന്റെ ഇമോഷണൽ പാർട്ടാണ് കേട്ടോ. ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ഇമാജിൻ ചെയ്ത് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ആനന്ദ പുളകിതരാകുക അല്ലെങ്കിൽ ദിവാസ്വപ്നം കാണുക എന്നൊക്കെ പറയത്തില്ലേ, അത് അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് കേട്ടോ. ഈ ഒരു ടൈമില് ഇവര് കുറേ സ്വപ്നങ്ങൾ കാണും. കുറേ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്, ഒരുപാട് പൈസ, അല്ലെങ്കിൽ പ്രീസ്റ്റാഗ് നോക്കാതെ ഡ്രസ്സൊക്കെ വാരി കൂട്ടുന്നത്, അങ്ങനെ നമുക്ക് സന്തോഷം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഇവരിങ്ങനെ ഇരുന്ന് ഇമാജിൻ ചെയ്യും. ഇമാജിൻ ചെയ്ത് നമുക്കതെല്ലാം കിട്ടി എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും. ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറയുന്നത്. ആൻഡ് ഇവര് ഡ്രീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പല 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 കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. ഇതിൽ പ്രത്യേക ഒരു കിക്ക് തന്നെ തരും. എന്റെയൊക്കെ മെയിൻ ഹോബി ഏതായിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. ആൻഡ് ഇവർ കൂടാതെ വേറെ കുറച്ച് ആൾക്കാരോടുണ്ട് നമ്മുടെ തലച്ചോറില്. അവരാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയാസ് ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതെല്ലാം കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. ഇവര് 2 ടീമുകാരാണ്. ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുന്നവരും, രണ്ടാമത്തേത് സ്വപ്നങ്ങൾ കാണുന്നവരും. ഓക്കെ, ക്ലിയർ ആയോ? ഈ സ്വപ്നം കാണുന്നവരാണ് നമ്മളൊരു കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കിക്കൊക്കെ തരുന്ന, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് സെറ്റാക്കുന്ന ആൾക്കാരൊക്കെ ഇവരാണ്. പക്ഷേ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അഥവാ PFC-കാരെന്ന് പറയുമ്പോൾ അവരിത് കുറച്ചുകൂടെ ലോജിക്കലി ചിന്തിക്കും. ഇതിന്റെ വരായികകളും അല്ലെങ്കിൽ ഇതെങ്ങനെ പ്ലാൻ ചെയ്യണം, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഇവരാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ലിംബിക് സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യില്ല. ഡ്രീം ആണെന്ന സമയത്ത് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവരെങ്ങനെ വെയിറ്റ് ചെയ്യും. ശരി, വാ, സ്വപ്നമൊക്കെ കണ്ട് തീർത്തിട്ട് നീ പതിയെ വാ, ഞാൻ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാം. നീ ആ സ്വപ്നം എന്ന് നിർത്തുന്നു ആ ടൈമിൽ ഞാൻ പറയാം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നത്, ഇതെന്തെങ്കിലുമൊക്കെ നടക്കുമോ, ഇതെങ്ങനെ ഇപ്പൊ നടത്താം എന്നൊക്കെയുള്ള സമയത്താണ് അവർ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാല് എല്ലാവരും തരുന്ന ഒരു അഡ്വൈസിൽ ഒന്നാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നിങ്ങൾ ആരോടും പറയരുത്, ഷെയർ ചെയ്യരുത് എന്നുള്ള കാര്യം. അതെന്തുകൊണ്ടാണ് ഈ ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നതെന്ന് അറിയാം? അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഒരാളോട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാനൊരു ബിസിനസ് പ്ലാൻ ചെയ്യുകയാണ്, അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രോഫിറ്റ് വരും, നല്ല രീതിയിൽ നമുക്ക് സെയിൽസ് ഒക്കെ നടക്കും, അല്ലെങ്കിൽ നമുക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, ഞാൻ അത് കാരണം വീട് വെക്കുമ്പോൾ ഈ വർഷം തന്നെ, അല്ലെങ്കിൽ കാർ എടുത്തു, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിന് ഒരു റിവാർഡ് കിട്ടുന്നത് പോലെയാണ്. വാവ്, നീ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തേക്കാണോ, അല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ നീ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്കൊരു വാലിഡേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു അറ്റൻഷൻ, അല്ലെങ്കിൽ നമുക്കൊരു അപ്രിസിയേഷൻ തരുന്ന സമയത്ത് നമുക്കൊരു റിവാർഡ് കിട്ടിയ ഒരു ഫീൽ ആയിരിക്കും. ആ ടൈമില് ഈ സ്വപ്നങ്ങൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാനും ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയി പോകാനും ആക്ഷൻ കുറയാനും കാരണമാകും. നമ്മൾ സ്വപ്നം കാണുന്നത് മാത്രം പോരല്ലോ, നമ്മൾ വർക്ക് ചെയ്താലല്ലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിൽ നിന്നും ഈ ഒരു കാര്യം പ്രിവെന്റ് ചെയ്യും. ലിംബിക് സിസ്റ്റത്തിന് ആ ഒരു റിവാർഡ് കിട്ടുന്നുണ്ട്, ആ ഒരു കംഫർട്ട് സോൺ കിട്ടുന്നുണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബൂസ്റ്റിംഗ് കിട്ടുന്നുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറും. സോ നമ്മൾ ഡ്രീമിങ് കൂട്ടിയിട്ട് ആക്ഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും. ഇപ്പൊ നമ്മൾ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു, ഇനി നമുക്ക് ഇതെങ്ങനെ മാറ്റാം അല്ലെങ്കിൽ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കിയാൽ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ കൺട്രോൾ മുഴുവനും PFC-ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. PFC-ക്ക് കൺട്രോൾ കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ ഇത് കൊടുക്കുമെന്ന് വെച്ചാൽ ഞാൻ അതിനു വേണ്ടി ഒരു 3 മെത്തേഡ്സ് പറഞ്ഞുതരാം. ഈ 3 മെത്തേഡ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ ഡ്രീം കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ അത് റിയാലിറ്റി ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് യുവർ ഡ്രീം എന്നുള്ളതാണ്.
നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾ എഴുതുക. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കുറച്ചുകൂടി ലോജിക്കലി തിങ്ക് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവശ്യമാണ്. ആ ക്ലാരിറ്റി കിട്ടാനായിട്ട് ബെസ്റ്റ് ടൂളാണ് എഴുതുക എന്നുള്ളത്. നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹം, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എപ്പോൾ തീർക്കണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടെ ലോജിക്കലി ചിന്തിക്കാനും അത് പ്ലാൻ ചെയ്യാനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺവേർട്ട് ഡ്രീം ഇൻ ടു യുവർ ഗോൾ. എന്താണ് ഈ ഗോളും ഡ്രീമും തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? ഡ്രീം എന്ന് പറയുന്നത് അതൊരു അബ്സ്ട്രാക്ട് ഐഡിയ ആണ്. അത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമ്മൾ നേടിയെടുക്കും എന്നുള്ളൊരു കാര്യമാണ്. നമുക്കത് എപ്പോ വേണമെങ്കിലും നേടിയെടുക്കാം. അത് നമ്മുടെ സ്വപ്നം മാത്രമാണ്. പക്ഷെ ഗോൾ എന്ന് പറയുന്നത് അതൊരു ടാർഗറ്റ് ഓറിയന്റഡ് ആണ്. നമുക്ക് ഇന്ന ടൈമിനുള്ളിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എന്റെ ആഗ്രഹം, എന്റെ ഡ്രീം എന്ന് പറയുന്നത് 100K ഫോളോവേഴ്സ് ആണ് എങ്കിൽ എന്റെ ഗോൾ എന്ന് പറയുന്നത് 6 മന്തിനുള്ളിൽ എനിക്ക് 100K ഫോളോവേഴ്സ് വേണം എന്നുള്ളതാ. അപ്പോൾ ഞാൻ അതിന് എന്തൊക്കെ ചെയ്യണം, വീക്കിലി എത്ര വീഡിയോസ് എടുക്കണം, അങ്ങനെയുള്ള രീതിയിൽ കുറെ ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കും. 6 മന്ത് എന്നുള്ള ഒരു നമ്പറും ഇതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഗോൾ എപ്പോഴും നമ്മളൊരു നമ്പർ ഓറിയന്റഡ് ആണ്, നമ്പർ റിലേറ്റഡ് ആണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രീം ആൻഡ് ഗോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഈ ഗോൾസിനെ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആ ഗോളിനെ ഒബ്ജക്റ്റീവ് ആക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇതിനെ വാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സ്മാർട്ട് എന്നുള്ള ഒരു കീവേഡ് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. സ്മാർട്ടില് എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് എനിക്കിപ്പം 100K ഫോളോവേഴ്സ് ആണ് 6 മന്തിൽ വേണ്ടതെന്ന് ഞാൻ സ്പെസിഫിക് ആക്കി വെച്ചേക്കാണ്. ഫോളോവേഴ്സ് വേണം എന്നുള്ളത് മാത്രമാണ് എന്റെ ഡ്രീമെങ്കിൽ അത് എന്ന് വേണമെങ്കിലും നടക്കാം, അല്ലെ? അതിപ്പം 1 വർഷം കഴിഞ്ഞ് നടക്കാം, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നടക്കാം, 10 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും നടക്കാം. സോ അത് സ്പെസിഫിക് അല്ല. പക്ഷെ 6 മന്തിൽ 100K എന്നുള്ളത് സ്പെസിഫിക് ആണ്. സോ ബി സ്പെസിഫിക്. ആൻഡ് നെക്സ്റ്റ് ഈസ് എം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം. നമ്മുടെ ഗോൾ എപ്പോഴും മെഷറബിൾ ആയിരിക്കണം. അതായത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോ 1 വീക്കിൽ ഞാൻ കണ്ടിന്യൂസ് 5 വീഡിയോസ് പോസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് അതിൽ നിന്നും ഇത്ര ഫോളോവേഴ്സ് കിട്ടി എന്നുള്ളത് എനിക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അടുത്തത് എന്ന് പറയുമ്പോൾ അച്ചീവബിൾ ആയിരിക്കണം. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പൊ എനിക്ക് 6 മന്തിൽ 100K ഫോളോവേഴ്സ് എന്നുള്ളത് എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെങ്കിൽ അതെനിക്ക് അച്ചീവബിൾ ആണ്, അല്ലെ? ആൻഡ് ആർ എന്ന് പറയുന്നത് റെലവെന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ആ ഒരു ഗോൾ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പും അതിന് റെലവെന്റ് ആയിരിക്കണം. ആൻഡ് ടി ഡിനോട്ട് ചെയ്യുന്നത് ടൈം ബൗണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് വേണം. 6 മന്ത് എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ കൊടുത്തേക്കുന്ന ഒരു ടൈം ലിമിറ്റ് ആണ്. ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ എനിക്ക് ആ ഒരു ടൈം ലിമിറ്റ് ഇല്ല എങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ അച്ചീവ് ചെയ്താൽ മതിയെങ്കിൽ അത് എപ്പോഴെങ്കിലും ഒക്കെ നടക്കുള്ളൂ. സോ നമ്മൾ എന്ത് ഗോള് സെറ്റ് ചെയ്താലും അതിലൊരു ടൈം ലിമിറ്റും കൂടെ സെറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ പലയിടത്തുനിന്നായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇതൊന്നും അങ്ങനെ പ്രാവർത്തികമാക്കാറില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോ അതിനുവേണ്ടി നമുക്കൊരു മോട്ടിവേഷൻ വേണ്ടേ? നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? ഈ ലിംബക് സിസ്റ്റത്തിനെ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അടക്കി നിർത്താനും പറ്റില്ല. അതിനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംഗീകാരം അതിന് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് തന്നെയാണ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും ആവുന്നത്. സോ നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോ പ്രോഗ്രസും ട്രാക്ക് ചെയ്യുക. ആൻഡ് ട്രാക്ക് ചെയ്യുന്നതനുസരിച്ച് ചെറിയ 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 അച്ചീവ്മെന്റും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഒരു റിവാർഡ് കിട്ടുന്ന സമയത്ത് അത് ചെയ്യാൻ കൂടുതൽ ഊർജ്ജം കിട്ടാറില്ലേ? ലൈക്ക് അതേപോലെ ആൻഡ് സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രീംസോ കാര്യങ്ങളോ ഒന്നും അധികം ആരോടും പറയാതിരിക്കുന്നതും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഡ്രീമും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പ് തരാം 2026 നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ആൻഡ് അതില് ലാസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.